ഒന്ന് ഹൃദയഭേദം, മറ്റൊന്നുള്ളത് ഭൂമിക എന്നുള്ളതാണ്. രണ്ടും വ്യത്യസ്തമായ തലങ്ങളിലുള്ള രചനകളാണ്. ഒന്ന് കഥകളാണ്, മറ്റൊന്ന് കവിതകളാണ്. നേരത്തെ പറഞ്ഞു കേട്ടു, ഇവിടെ നിന്നും ആർജിച്ചെടുത്തിട്ടുള്ള ഒരു സന്ദേശത്തിൻ്റെ പുറത്താണ് ഈ രചനകൾ നിർവഹിക്കുന്ന കാര്യം. ഒരു വ്യക്തി സാഹിത്യ രചന നടത്തുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വെറുതെ എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതല്ല. കാരണം എനിക്ക് ഈ സമൂഹത്തോട് ചിലത് പറയാനുണ്ട്. അത് പറയുവാൻ കഴിയുന്ന ഏക മാർഗം പുരുഷൻ്റെ എഴുത്താണ്. ആ എഴുത്തിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ വിജയം. തനിക്കിങ്ങനെ രക്ഷപ്പെടണം, നാളെ ഇന്ന് രാത്രി താൻ കൊല്ലപ്പെടും എന്ന് ആ പെൺകുട്ടിക്ക് ഉറപ്പാണ്. പക്ഷെ അത്തരമൊരു വധശിക്ഷയിൽ നിന്ന് താൻ ഒഴിവാക്കപ്പെടണം എന്ന് ആ പെൺകുട്ടി കണ്ടെത്തിയ മാർഗം രാജാവിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള ആശയമുള്ളത്. കഥയിലൂടെ ജീവിതത്തെ വീണ്ടെടുക്കുക. അങ്ങനെ ലോകത്തിലാദ്യമായിട്ട് കഥയിലൂടെ ജീവിതത്തെ വീണ്ടെടുത്ത കഥകളാണ് കഥകൾ വായിക്കാൻ സാധിക്കുക ആയുസ്താവൂല്. അപ്പൊ അത്തരം ഒരുപാട് കഥകൾ നമുക്കിടയിലുണ്ട്. ഇത്തരം കഥകളാണ് യഥാർത്ഥത്തിൽ നമ്മെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആത്യന്തികമായി പ്രചോദിപ്പിക്കുന്ന എന്തോ ഉണ്ട്. അവയൊക്കെ തന്നെയാണ് കഥകളും കവിതകളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇത്ര കഴിഞ്ഞിട്ടും കഥയുടെയും കവിതയുടെയും ഒന്നും പ്രസക്തി നഷ്ടപ്പെടാതെ പോകുന്നത്. നാം എഴുത്തുകാരൻ ചെയ്യേണ്ടത് അത്തരം അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാൻ നോക്കുകയാണ്. താൻ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും അതിൻ്റെ വിശുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ എഴുത്തുകാരനും. വക്കൂൽ മൈത്രിയുടെ കഥകൾ ഒക്കെ തന്നെയും ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവയൊക്കെ തന്നെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കും തന്നെയാണ്. അത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സമൂഹത്തെ പ്രചോദിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.